ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ വളരെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 3 മാർച്ച് 2026, ഈ മാസത്തിലെ 3-ാമത്തെ ദിവസം, ഈ വർഷത്തെ 62-ാമത്തെ ദിവസം, വലിയ നോമ്പിൻ്റെ 16-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: എങ്ങനെയാണ് മറ്റുള്ളവരോട് ദയ കാണിക്കേണ്ടത്? എങ്ങനെയാണ് മറ്റുള്ളവരോട് ദയ കാണിക്കേണ്ടത്? അതിനായി നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവകൃപയാൽ മനുഷ്യന് ലഭിച്ചിട്ടുള്ള അമൂല്യമായ ഒരു ഗുണമാണ് ദയ. ദയയ്ക്ക് അനുകമ്പ, അലിവ്, ആർദ്രത, കരുണ, കൃപ, ഉപകാരം, സഹാനുഭൂതി എന്നൊക്കെ അർത്ഥം പറയാം. മറ്റുള്ളവരിലേക്ക് പകരുന്ന സ്നേഹമാണ് ദയ. ദയ ദൈവിക ഗുണമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ നാം ദയാപരൻ, കരുണാമയൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ദയയാണ് നമ്മുടെ ജീവിതം. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചാണ് നാം നിത്യജീവൻ നേടുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്നാണല്ലോ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ന്റെ 4 സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മിൽ എളിയവരോട് നാം പ്രത്യേകം ദയ കാണിക്കേണ്ടതാണ്. നാം ആർഭാട ജീവിതം നയിച്ച് സുഭിക്ഷമായി പാർക്കുമ്പോൾ കഞ്ഞിക്ക് പോലും വകയില്ലാത്തവർ നമ്മുടെ ചുറ്റും അലയുന്നുണ്ട് എന്നുള്ള കാര്യം നാം വിസ്മരിച്ച് കൂടാത്തതാണ്. ഇങ്ങനെയുള്ളവരോട് ദയ കാണിക്കുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ദയാപൂർവം നാം പെരുമാറുന്നുവെങ്കിൽ അത് ധാർമ്മികതയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നും നാം മറക്കാതിരിക്കുക. ദുരിതം അനുഭവിക്കുന്നവരോട് നാം ദയാപൂർവം പെരുമാറണം. വിശക്കുന്നവരോട് ആഹാരം കൊടുക്കുന്നതിനുള്ള ദയ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കീറിമുഷിഞ്ഞ വസ്ത്രമുള്ളവർക്ക് പഴയ നല്ല വസ്ത്രങ്ങൾ ദാനം ചെയ്യാം. ഇപ്രകാരം പാവങ്ങളോട് ദയാപൂർവം പെരുമാറാനുള്ള മനസ്സ് നമ്മൾ വളർത്തിയെടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നതിന് യാതൊരു സംശയവും ഇല്ല. വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുത് എങ്കിൽ രഹസ്യങ്ങൾ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്നാണല്ലോ തിരുവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. മദർ തെരേസയും ഫാദർ ഡാമിയനുമൊക്കെ തങ്ങളുടെ ജീവിതം തന്നെ പാവങ്ങൾക്കായി സമർപ്പിച്ചവരാണ്. അവർ അനാഥരോടും രോഗികളോടും കാട്ടിയ ദയ ഒരിക്കലും പേര് കേൾപ്പിക്കാനായിരുന്നില്ല. പക്ഷേ ഇന്ന് കാരുണ്യ പ്രവർത്തനങ്ങൾ ഫ്ലക്സ് അടിച്ച് പ്രസിദ്ധപ്പെടുത്തുന്നതാണ് പൊതുവെ കാണുന്നത്. രോഗികൾക്ക് വൈദ്യസഹായം ചെയ്യുന്നത് പള്ളിയിൽ അവരെ വിളിച്ചു വരുത്തി ജനങ്ങളുടെ ഇടയിൽ വെച്ചാണെന്നെങ്കിൽ അത് തീർത്തും ദയാപരമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മദർ തെരേസ കൽക്കട്ടയിൽ ഹോം ഫോർ ദി ഡൈയിങ് എന്ന പേരുള്ള മരണാസന്നരുടെ ഭവനത്തിൽ ഒരിക്കൽ പണിയെടുക്കുകയായിരുന്നു. മരിക്കാറായ പാവപ്പെട്ട അവരെ ശുശ്രൂഷിക്കാൻ മനസ്സില്ലാതെ തെരുവിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥ അന്നുണ്ടായിരുന്നു. മദറിന്റെ നേതൃത്വത്തിൽ അവരെ പ്രസ്തുത ഭവനത്തിൽ കൊണ്ടുവന്ന് മരുന്ന് നൽകുകയും കുളിപ്പിക്കുകയും സാന്ത്വനം പകരുകയും ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു. ചിലർക്ക് മദർ വെള്ളം മരുന്നും നൽകുന്നു, നെഞ്ചു തടവി ആശ്വാസം പകരുന്നു. ഈ കാര്യം ഒരു വലിയ ബഹളം ഉണ്ടാകുന്ന ഒരു സംഭവത്തിന് ശേഷം ഒരു SP തൻ്റെ ഡയറി കുറിപ്പിൽ എഴുതിയ കഥയാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത്. കാരണം ആ നാട്ടിലുള്ള കുറേ ചെറുപ്പക്കാർ മദർ തെരേസ ഇവിടെ നിന്ന് വിട്ടുപോകണം, അവർ മതപരിവർത്തനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയപ്പോഴാണ് SP ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് കടന്നു വരികയും അകത്ത് ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം തിരിച്ചു വന്ന് പറഞ്ഞു: മദർ തെരേസയെ നമുക്കിവിടെ നിന്ന് പറഞ്ഞു വിടാം, എന്നാൽ നിങ്ങളുടെ അമ്മയോ സഹോദരിയോ ആരെയെങ്കിലും ഒരാളെ വിളിച്ചുവിടെ തിരിച്ചു കൊണ്ടുവരണം. കാരണം ഈ മരണാസന്ന നിലയിൽ കിടക്കുന്നവരുടെ ശരീരം തുടയ്ക്കുന്നതിനും അവരുടെ മലമൂത്രം എടുത്ത് കളയുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന പഴുപ്പുകൾ തൂത്തുമാറ്റുന്നതിനും ആൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ആ ചെറുപ്പക്കാരുടെ കൂട്ടം പിരിഞ്ഞുപോയി എന്ന് അദ്ദേഹം
തൻ്റെ ഡയറി കുറിപ്പിൽ എഴുതിയിരിക്കുന്നതായി ഒരിക്കൽ വായിക്കുവാൻ ഇടയായി. മദർ തെരേസയെ പോലെ അനേകർ ക്രിസ്തുഭാവം ഉൾക്കൊണ്ട് ദയാപൂർവം രോഗികളെയും അഗതികളെയും അനാഥ കുഞ്ഞുങ്ങളെയും ശുശ്രൂഷിച്ച കാരുണ്യം കൂടി ക്രൈസ്തവ സഭയ്ക്കുണ്ട് എന്ന് നാം മറക്കരുത്. നമ്മുടെ സഭ അനാഥർക്കും അംഗവൈകല്യം സംഭവിച്ചവർക്കും രോഗബാധിതർക്കും മറ്റുമുള്ള അനേകം സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. എയ്ഡ്സ് രോഗികളുടെ മക്കളെയും കുഷ്ഠരോഗികളുടെ മക്കളെയും എടുത്തു വളർത്തുന്ന യാച്ചാരത്തുള്ളതുപോലെയുള്ള സ്ഥാപനങ്ങളെ ദയാപൂർവം നാം കൈത്താങ്ങലുകൾ നൽകണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ, യഹോവേ നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് നാം ഓരോരുത്തരും ഈ വലിയ നോമ്പിൽ പ്രാർത്ഥിക്കേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ നല്ല അയൽക്കാരന്റെ കഥ നമുക്കറിയാമല്ലോ. നല്ല സമരിയാക്കാരനാകാൻ നമുക്ക് കഴിയുമോ? ബലിയിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നതെന്ന കർത്തൃവചനം നാം ഓർക്കണം. പത്രോസ് മാർ ഒത്താത്യോസ് തിരുമേനി, ഗീവർഗീസ് മാർ ഒത്താത്യോസ് തിരുമേനി എന്നിവരെ പോലെ കാരുണ്യ ഭവനങ്ങൾ ദയാപൂർവം വളർത്തി ദയ ചൊരിവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് നമുക്ക് ഈ വലിയ നോമ്പിൽ പ്രാർത്ഥിക്കാം. കാരണം ഈ വലിയ നോമ്പ് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആശ്രിതർക്ക് വേണ്ടിയിട്ട് ദയയും അതോടൊപ്പം തന്നെ പരോപകാരത്തിന് വേണ്ടിയിട്ട് ആയിത്തീരുവാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഈ നോമ്പിൻ്റെ അവസരത്തിൽ നാം ഓരോരുത്തരും മിച്ചം വെക്കുന്നതായ, അതായത് നമ്മൾ വർജിക്കുന്നതായ ഫുഡിൻ്റെ ആ രൂപ മിച്ചം വരുന്നത് അന്നം കഴിക്കാൻ മാർഗമില്ലാതെ കഴിയുന്ന പലരുണ്ട്. അവർക്ക് നമ്മൾ ആരും അറിയാതെ കൊടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കണം എന്നുണ്ട് എങ്കിൽ നാം അത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടല്ല, പിന്നെയോ നമുക്കിത് ദൈവം തന്നതായ ആ ദയയും കരുണയും മനസ്സിലാക്കി മറ്റുള്ളവരോടും നമ്മൾ ദയ കാണിക്കുമ്പോഴാണ് നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതം സഫലമാക്കുവാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ഈ വലിയ നോമ്പിൽ ഒരു തീരുമാനമെടുക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ബാക്കിയുള്ള ജീവിതം ഞാൻ ആത്മീയമായി ജീവിക്കുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ബാക്കി ജീവിതം ഞാൻ ജീവിക്കും. അങ്ങനെ നമുക്ക് സ്വർഗത്തിൽ ഒരു അവകാശിയാകുവാനും സാധിക്കും. അതിനായിട്ട് ഈ നോമ്പ് ഒരു ആത്മീയ തീർത്ഥാടനമായി നാം ശിരസ വഹിച്ചുകൊണ്ട് നമ്മൾ ശരിയായ രീതിയിൽ നോമ്പ് നോക്കുന്നുവെങ്കിൽ നാം സ്വർഗരാജ്യത്തിന് അവകാശിയാകും എന്ന് മാത്രമല്ല, നമുക്ക് ഈ ലോക ജീവിതം നല്ല രീതിയിൽ, അതായത് സഫലമാക്കുന്നതിന് നമുക്ക് സാധിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഈ വലിയ നോമ്പ് അതിനു വേണ്ടിയിട്ട് ഒരു കാരണമായി തീരട്ടെ. ദൈവം നന്ദി, നമസ്കാരം.